തുടക്കത്തിൽ പറഞ്ഞതുപോലെ പൂക്കോട് വെറ്ററിനറി കോളേജിലെ സിദ്ധാർത്ഥിന്റെ മരണം CBI അന്വേഷിക്കാൻ തീരുമാനമായി. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി CBI അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ സംഘടനകൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുകയായിരുന്നു. ഇതേ ആവശ്യം സിദ്ധാർത്ഥിന്റെ കുടുംബം പലതവണ ആവശ്യപ്പെട്ടതാണ്. ഇന്ന് സിദ്ധാർത്ഥിന്റെ അച്ഛൻ നേരിട്ട് മുഖ്യമന്ത്രിയെ കണ്ടു. മുഖ്യമന്ത്രിക്ക് സിദ്ധാർത്ഥിന്റെ അമ്മ കത്തും നൽകിയിരുന്നു CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട്. ഇതിന്റെ കൂടി പശ്ചാത്തലത്താണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അല്പസമയം മുമ്പ് CBI അന്വേഷണം നടത്തുവാൻ തീരുമാനിച്ചതായി അറിയിച്ചത്. CBI അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്തിരിക്കുകയാണ്. ഇനി CBI അന്വേഷണം ഏറ്റെടുക്കുമോ എന്ന കാര്യം അറിയിക്കാൻ ബാക്കി കിടക്കുകയാണ്. എന്തായാലും പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ നടന്ന ഈ ദാരുണ സംഭവത്തിൽ പോലീസ് അന്വേഷിക്കുന്നുണ്ടെങ്കിലും പോലീസ് അന്വേഷണത്തിനെതിരെ ശക്തമായ വിമർശനം സിദ്ധാർത്ഥന്റെ ബന്ധുക്കളും അതുപോലെ തന്നെ പ്രതിപക്ഷ സംഘടനകളും ഉന്നയിക്കുന്നതിനിടെയാണ് CBI അന്വേഷണം നടത്തുവാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതേക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് ആദ്യം VV അരുൺ നൽകും. സിദ്ധാർത്ഥന്റേത് ആത്മഹത്യയല്ലെന്നും കൊലപാതകമെന്ന നിലപാടിലാണ് കുടുംബം ഉറച്ചു നിൽക്കുന്നത്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയെ കണ്ട ഇപ്പോഴത്തെ അന്വേഷണത്തിൽ പൂർണ്ണ വിശ്വാസമില്ല, CBI അന്വേഷണം വേണമെന്ന ആവശ്യം സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് മുഖ്യമന്ത്രിക്ക് മുമ്പിൽ വച്ചത്. എന്തുകൊണ്ടാണ് അത്തരമൊരു സംശയമുള്ളത് എന്ന ചോദ്യം മുഖ്യമന്ത്രി ജയപ്രകാശിനോട് ചോദിച്ചു. അദ്ദേഹം കാര്യകാരണങ്ങൾ വിശദീകരിച്ചു. മുഖ്യമന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട കത്തും, എന്തുകൊണ്ട് ഇതൊരു കൊലപാതകം വിശ്വസിക്കുന്നു, അതിന്റെ കാരണങ്ങൾ തെളിവ് എന്നൊക്കെ വ്യക്തമാക്കുന്ന കത്തും മുഖ്യമന്ത്രിക്ക് സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് കൈമാറി. തുറന്നാണ് CBI അന്വേഷണം തയ്യാറെന്ന നിലപാട് മുഖ്യമന്ത്രി ജയപ്രകാശിനെ അറിയിച്ചത്. എന്നോടിപ്പോൾ ഒരു ഉറപ്പ് പറഞ്ഞു, ഓക്കെ CBI അന്വേഷണം വേണമെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് CBI അന്വേഷണത്തിന് വിടാം. പുള്ളി അത് നോക്കട്ടെ എന്നൊന്നും പറഞ്ഞില്ല. പുള്ളി എന്നോട് ഉറപ്പ് പറഞ്ഞു CBI അന്വേഷണം തന്നെ വിടാം എന്ന് പറഞ്ഞു. പുള്ളി അത് എപ്പോൾ പ്രഖ്യാപിക്കുമെന്ന് എനിക്കറിയില്ല. അല്ല, നോക്കട്ടെ ചെയ്യട്ടെ എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികൾ ഉണ്ട് എന്ന നിലപാടും കുടുംബം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അക്ഷയ്, അതുപോലെ തന്നെ റോഹൻ തുടങ്ങിയ നെടുമങ്ങാട് സ്വദേശി റോഹൻ തുടങ്ങിയവരുടെ പങ്ക് അന്വേഷിക്കണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നു. ആന്റി റാഗിംഗ് ഇൻസിഡന്റ് അന്വേഷിച്ചപ്പോഴുള്ള പേരുകൾ പോലും ചില പേരുകൾ പോലീസിന്റെ പ്രതിപട്ടികയില്ല. അതെന്തുകൊണ്ടെന്ന ചോദ്യം കുടുംബം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഡൽഹിയിലുള്ള ആന്റി റാഗിംഗ് സ്ക്വാഡ് കണ്ടുപിടിച്ചിട്ട് ഡീനിന് കൊടുത്ത റിപ്പോർട്ടാണ്. ആരൊക്കെ ഇപ്പൊ പുതിയതായിട്ട് ഒരു പ്രതിയും കൂടെ അതിൽ വന്നിട്ടുണ്ട്. ആ പ്രതി ഇതുവരെയും പോലീസ് കണ്ടുപിടിച്ചിട്ടില്ല. ദേവരാജ് എന്ന് പറഞ്ഞ കൂട്ടുകാരൻ, അവന്റെ പേര് ഇപ്പൊ ഇന്ന് ഇതിൽ വന്നിട്ടുണ്ട്, ഇന്ന് ആന്റി റാഗിംഗ് സ്ക്വാഡിൽ. അത് പോലീസ് റിപ്പോർട്ട് ഇതുവരെയും വന്നിട്ടില്ല. അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി അല്ലെങ്കിൽ CBI അന്വേഷണം ഏർപ്പെടുത്തില്ലെങ്കിൽ തന്റെ കുടുംബം തന്നെ നേരിട്ട് സമരത്തിനിറങ്ങും. അതിൽ മറ്റാരും ഇനി അക്കാര്യവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടേണ്ട എന്ന ഒരു അഭിപ്രായം കൂടി സിദ്ധാർത്ഥന്റെ കൂടെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഏതായാലും സിദ്ധാർത്ഥന്റെ മരണം വലിയ രാഷ്ട്രീയ തിരിച്ചടിയായി മാറുമെന്ന ആശങ്ക ഇന്നലെ ഇടതുമുന്നണി യോഗത്തിൽ ഉയർന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം, ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ ഉണ്ടാകണമെന്ന ആവശ്യവും ഇടതുമുന്നണി യോഗത്തിൽ RJD അടക്കമുള്ള കക്ഷികൾ ഉന്നയിച്ചിരുന്നു. അതുകൊണ്ടുകൂടിയാണ് സർക്കാർ ഇത്തരമൊരു രാഷ്ട്രീയ തിരിച്ചടി മറികടക്കാൻ കൂടിയാണ് ഇപ്പോൾ കുടുംബത്തിന്റെ ആവശ്യം എന്താണോ, ഏത് അന്വേഷണമാണോ അതിന് തയ്യാറാകുമെന്ന നിലപാടെടുത്തത്. അതുകൊണ്ടാണ് CBI അന്വേഷണത്തിന് തയ്യാറെന്ന മുഖ്യമന്ത്രി സിദ്ധാർത്ഥന്റെ കുടുംബാംഗങ്ങളെ അറിയിച്ചത്. വൈകാതെ ഈ കേസ് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണം CBIക്ക് വിട്ടുകൊണ്ട് സർക്കാർ ഉത്തരവിറങ്ങും. വലിയൊരു സമ്മർദ്ദമുണ്ടായതിന് പിന്നാലെയാണ് ഇപ്പോൾ സർക്കാർ ഇങ്ങനെയൊരു തീരുമാനമെടുത്തത്. സിദ്ധാർത്ഥന്റെ മരണം CBI അന്വേഷിക്കട്ടെ എന്ന തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ വന്നിരിക്കുകയാണ്. അതേ സമയത്ത് തന്നെയാണ് പ്രതിപക്ഷ സംഘടനകൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിവന്ന സമരം അവസാനിപ്പിച്ചത്. മുഖ്യമന്ത്രിയിൽ നിന്ന് ഇങ്ങനെയൊരു ഉറപ്പ് സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് കിട്ടിയതോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലും ജെബി മേത്തറും അലോഷ്യ സേവിയറും നടത്തിവന്ന സമരം അവസാനിപ്പിച്ചത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ എത്തിയാണ് ഇങ്ങനെയുള്ള സമരം അവസാനിപ്പിക്കുവാനുള്ള തീരുമാനം എടുത്തതും സമരം അവസാനിപ്പിച്ചുകൊണ്ട് നാരങ്ങാനീര് നൽകിയതും. അതിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകും ഡാൻ കുര്യൻ തിരുവനന്തപുരത്ത് നിന്ന്. സിദ്ധാർത്ഥന്റെ മരണം CBI അന്വേഷിക്കണമെന്ന ആവശ്യവുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയ സിദ്ധാർത്ഥന്റെ പിതാവ് മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് അന്വേഷണം CBI കൊണ്ട് നടത്തിക്കാമെന്ന ഉറപ്പ് വാങ്ങി തിരികെ ഇറങ്ങുന്നതിനിടയിലാണ് പ്രതിപക്ഷ യുവജന സംഘടനകളോട് നിരാഹാര സമരം അവസാനിപ്പിക്കണമെന്ന ആവശ്യം മുമ്പോട്ട് വെച്ചത്. ദയവായി നിങ്ങൾ അവരോട് ചെന്ന് പറയാ, എന്റെ ഒരു അപേക്ഷയായിട്ട് സത്യാഗ്രഹം അവസാനിപ്പിച്ചേ പറ്റുള്ളൂ. അവസാനിപ്പിച്ചിട്ട് അവർ അർജന്റായിട്ട് അവർ ഹോസ്പിറ്റലിലോട്ട് പോകണം, ഹോസ്പിറ്റലിൽ പോയിട്ട് ചികിത്സ നേടണം. അതിന് തൊട്ടു പിന്നാലെ പ്രതിപക്ഷ നേതാവ് VD സതീശനും MM ഹസനും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ സമരപന്തലിലേക്ക് എത്തുകയായിരുന്നു. അതിനുശേഷമാണ് ആ ഉറപ്പിന്റെ പശ്ചാത്തലത്തിൽ സമരം അവസാനിപ്പിക്കാനുള്ള തീരുമാനം പ്രതിപക്ഷ നേതാവ് തന്നെ നിരാഹാര സമരം അനുഷ്ഠിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനോടും അതോടൊപ്പം തന്നെ അലോഷ്യ സേവറിനോടും ജെബി മേത്തറിനോടും അഭ്യർത്ഥിച്ചത്. തുടർന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ അവർക്ക് നാരങ്ങാനീര് നൽകി സമരം അവസാനിപ്പിക്കുകയായിരുന്നു. എന്തായാലും ഈ നിരാഹാര സമരത്തിന്റെ ഫലമായിട്ടാണ് മുഖ്യമന്ത്രി CBI അന്വേഷണം നടത്താൻ അംഗീകരിച്ചത് എന്നതിൽ തങ്ങൾക്ക് അഭിമാനമുണ്ടായെന്നാണ് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്.
സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കൾ ഇന്ന് മുഖ്യമന്ത്രിയെ കാണുകയും മുഖ്യമന്ത്രി അവർക്ക് CBI അന്വേഷണം ഉറപ്പുകൊടുത്തിട്ടുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തു. മാത്രമല്ല സിദ്ധാർത്ഥിന്റെ പിതാവ് ഇവരോട് ഇവരുടെ ആരോഗ്യനില മോശമായതുകൊണ്ട് ഈ അന്വേഷണത്തിന് ഉറപ്പ് കിട്ടിയ സാഹചര്യത്തിൽ ഇത് അവസാനിപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇവരെ 3 പേരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഇവര് നടത്തിയ പോരാട്ടത്തിന്റെ ഫലമാണ് ബലം പിടിച്ചു നിന്ന ഗവൺമെന്റും മുഖ്യമന്ത്രിയും അവസാനം CBI അന്വേഷണം നടത്താം എന്നുള്ള തീരുമാനത്തിലേക്ക് പോയി. അതേസമയം ഉറപ്പ് പാലിക്കാത്ത ഒരു സാഹചര്യം എപ്പോഴെങ്കിലും ഉണ്ടായാൽ ശക്തമായ സമരവുമായി വീണ്ടും യുവജന സംഘടനകൾ രംഗത്ത് വരുമെന്നും വിവേകിന്റെയും വീണയുടെയും പിതാവ് സിദ്ധാർത്ഥന്റെ വീട്ടിൽ പോയി ആ മാതാപിതാക്കളെ കാണാനും ആശ്വസിപ്പിക്കാനും തയ്യാറാകണമെന്നായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും നിരാഹാര സമരത്തിന് 6 ദിവസമായി നേതൃത്വം നൽകുകയും ചെയ്യുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണം. പിണറായി വിജയനോട് ആകെ ബഹുമാനമുള്ളത് പിണറായി വിജയൻ എന്ന പിതാവിന്റെ കാര്യത്തിലാണ്. ശ്രീമതി വീണയുടെയും വിവേകിന്റെയും പിതാവ് എന്ന നിലയിൽ എത്ര വഴിവിട്ട മാർഗത്തിലൂടെയും തന്റെ മക്കളെ ചേർത്ത് പിടിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ പിതാവ് എന്ന രീതിയിൽ വേണം ആ ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ടിനെ വായിക്കാൻ. വായിച്ചതിന് ശേഷം അദ്ദേഹം ഉറപ്പുവരുത്തണം കേരളത്തിൽ ഇനി ഒരിക്കൽ പോലും ഒരു സിദ്ധാർത്ഥൻ കൂടി ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്താനായിട്ടുള്ള ബാധ്യത കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനല്ല, കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി പിണറായി വിജയനല്ല, വീണയുടെയും വിവേകിന്റെയും പിതാവായ പിണറായി വിജയനോടുള്ള എളിയ അഭ്യർത്ഥന. വലിയ തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ സമരം അവസാനിപ്പിക്കുന്നതിന്റെ ആശ്വാസത്തിലാണ് പോലീസും മറ്റ് ഉദ്യോഗസ്ഥരും. കാരണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നിരാഹാര സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മഹിളാ കോൺഗ്രസും KSUവും യൂത്ത് കോൺഗ്രസും സെക്രട്ടേറിയറ്റിന്റെ സമര കവാടത്തിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിലേക്ക് നയിച്ച സാഹചര്യമുണ്ടായിരുന്നു. സമാനമായ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇന്നും ഉണ്ടാകാനിടയുണ്ടെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ സെക്രട്ടേറിയറ്റ് പരിസരത്ത് ഒരുക്കിയിരുന്നു. അതിനിടയിലാണ് നാടകീയമായി സമരം അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വവും യുവജന സംഘടനാ നേതൃത്വവും എത്തിച്ചേർന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം ഇതുകൂടി പരിഗണിച്ചാണ് ഇപ്പോൾ സർക്കാർ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. സിദ്ധാർത്ഥന്റെ മരണം CBI അന്വേഷിക്കും. അതോടൊപ്പം തന്നെ പുതിയൊരു